വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഫന്നാസ് വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്നൊരു ചെറിയൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഹെൽത്തി ഓട്സ് മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഇക്കൊക്കെ കുറച്ച് ഓട്സ് കിട്ടിയതാണ് കേട്ടോ. ഓട്സിൻ്റെ കുറച്ച് ബോക്സ് കിട്ടിയതാണ്, സാമ്പിൾ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ കുറേ ഫ്ലേവറായിട്ടുള്ള ഓട്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഓട്സാണ് കേട്ടോ. ഓട്സ് പ്രോട്ടീനാണിത്. കുറേ ഫ്ലേവറായിട്ട് വരുന്നുണ്ട്. നല്ല എയർടൈറ്റ് കണ്ടെയ്നറിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിലെല്ലാം അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ചെറി ചീസ് കേക്ക് പ്രോട്ടീൻ ഓട്സാണ്. അപ്പോൾ നല്ല കണ്ടോ, എയർ ടൈറ്റ് നല്ല കണ്ടെയ്നറിലാണ് വരുന്നത്. ഇവരിപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലൈൻ ഉണ്ട്, അതുവരെ കോൾഡ് ഓർ ഹോട്ട് വാട്ടർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിക്കാനാണ് കേട്ടോ പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ വെള്ളം കൂടുതൽ വേണമെങ്കിൽ. അപ്പോൾ വേറൊരു ഫ്ലേവർ വരുന്നത് കുക്കീസ് ആൻഡ് ക്രീം പ്രോട്ടീൻ ഓട്സ്, സാൾട്ടഡ് ക്യാരമൽ പ്രോട്ടീൻ ഓട്സ്, പ്രോട്ടീൻ റൈസ് പുഡിംഗ് ഓട്സ്, ബ്ലൂബെറി ആൻഡ് ഗോജി പ്രോട്ടീൻ ഓട്സ്, പീനട്ട് ബട്ടർ ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് പ്രോട്ടീൻ ഓട്സ്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നല്ല ഒരു കണ്ടോ, നല്ല ലോക്കായിട്ടുള്ള ഒരു ടൈറ്റ് കണ്ടെയ്നറിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പം നല്ല സാധാരണ ഓട്സ് പോലെയല്ല, ഇത് കുറച്ച് പൊടിയായിട്ടുള്ള ഓട്സ് ആട്ടോ. അതിലൊരു സ്പൂൺ വരുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കി നോക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ ശരിക്കും കുക്കീസിൻ്റെ ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു കുക്കീസിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ലൊരു കുക്കീസിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല വരുന്നുണ്ട്. നല്ല തിക്കായിട്ടുണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കഴിക്കാനാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഹോട്ട് വാട്ടർ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ച് കോൾഡായിട്ടുള്ള വാട്ടർ ഉപയോഗിച്ചിട്ട് കഴിക്കാനായിരിക്കും ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് വരുമായിരിക്കും കഴിക്കുമ്പോൾ. നമുക്ക് ഓട്സ് വെച്ച് കിഡിലിൻ ഷേക്ക് ഉണ്ടാവും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷേക്കാണ് ഓട്സ്. നമുക്ക് നല്ല ബെനിഫിറ്റ്സ് ഉള്ളതാണ്, നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ഒരു സാധനമാണ് ഓട്സ്. നിങ്ങൾക്കറിയാലോ, കുറേ ഇപ്പോൾ എല്ലാവരും ഓട്സാണ് കഴിക്കുന്നത് ഡയറ്റിങ്ങിലാണെങ്കിലും. അപ്പോൾ നമുക്കൊരു അടിപൊളി ഹെൽത്തി ഓട്സ് മിൽക്ക് ഷേക്ക് ഉണ്ട്. ഞാൻ ഒരു ഓട്സിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഓട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഫസ്റ്റ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഓട്സിൻ്റെ ഷേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ചൊന്ന് വേവണമല്ലോ നമ്മൾ ഓട്സ്. ബ്ലൂബെറി ഫ്ലേവറിൽ ഓട്സ് ആട്ടോ എടുത്തത്. അപ്പോൾ ഒരു മിക്സൊക്കെ ചെയ്യുമ്പോൾ നല്ല ബ്ലൂബെറിൻ്റെ ആ കളറും നല്ലൊരു ഫ്ലേവറും വന്നിട്ടുണ്ട്. പിന്നെ അതിൽ ബ്ലൂബെറിൻ്റെ ചെറിയ ചങ്ക്സൊക്കെ ഉണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഴമാണ് കേട്ടോ. ഞാൻ പിന്നെ ഒരു ഗ്ലാസ്സിലേക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു പഴം എടുത്തിട്ടുണ്ട്, ഫിലിപ്പീനി പഴം. ഇനി നമുക്ക് പഴം എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ച് കൊടുക്കുക. ഏത് പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഏത് പഴമാണ് ഇഷ്ടം അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു പഴം ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓട്സ് ഇട്ട് കൊടുക്കാം. ഓട്സ് ചൂടാറിയ ശേഷം മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വേണമെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പാൽ കട്ട ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഫ്രീസറിൽ ഐസാക്കിയ പാലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഹെൽത്തി ഷേക്ക് ആയതുകൊണ്ട് ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ഡേറ്റ്സ് ആണ് ചേർക്കുന്നത്. കുറച്ച് നട്ട്സും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒട്ടും പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഓട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഇക്കക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇക്കൻ്റെ ക്യാപ്പ് കളക്ഷൻസാണ് കേട്ടോ. ഇതാണ് ക്യാപ്പിൻ്റെ ഒരു ബാഗ്. ഇങ്ങനത്തെ 2 ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ആർക്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇതിൽ ഫുള്ള് നമുക്ക് ക്യാപ്പൊക്കെ സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് എവിടെയൊക്കെ പോകുമ്പോഴൊക്കെ ക്യാരി ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ എപ്പോഴും ക്യാപ്പ് യൂസ് ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അതിലുണ്ടായ കുറേ ക്യാപ്പ് കളക്ഷൻസാണ്. നല്ല കുറേ വെറൈറ്റി ക്യാപ്സ്. ഇതൊക്കെ ഇക്ക ജിമ്മിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കസ്റ്റമർ ഇക്കൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇക്കക്ക് ഷൂസും കിട്ടാറുണ്ട് കേട്ടോ ഗിഫ്റ്റായിട്ട്. ഇതാണ് ഷൂ കളക്ഷൻസ് ഇക്കാൻ്റെ. ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഷൂസാണ് ഇതൊക്കെ. അപ്പോൾ ബ്രാൻഡഡ് ഷൂസൊക്കെയാണ് കേട്ടോ അവർ ഗിഫ്റ്റ് തരാറ്. അപ്പോൾ ഇക്ക ജിമ്മിലായതുകൊണ്ട് ഒഫീഷ്യൽ ഷൂവിനേക്കാളും ഈ സ്പോർട്സ് ഷൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി യൂസാണ് ഇതൊക്കെ. ഇതുപോലെ തന്നെ ജാക്കറ്റ്സ്, ഡ്രസ്സൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ ഇക്കൊക്കെ ഗിഫ്റ്റായിട്ട്. ഇതൊക്കെ ഇത് യൂസ് ചെയ്യുന്ന ഷൂ ആണ്, ഇപ്പോൾ ഒക്കെ യൂസ് ചെയ്യുന്ന ഷൂ ആണ്. ഓരോ ഡ്രസ്സിൻ്റെയൊക്കെ മാച്ചാക്കിയിട്ട് ഇടാറുണ്ട്. അവർ തരുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഇത്രയ്ക്ക് ഷൂ ഒക്കെ ഇത്ര പൈസ കൊടുത്തിട്ടൊന്നും മേടിക്കാൻ പറ്റില്ലല്ലോ. മാഷാ അല്ലാ. അപ്പോൾ ഈ ഷൂ അല്ല കേട്ടോ, ഈ ഷൂ ഇക്ക മേടിച്ചത്. ഇതിന് ഇടയിൽ എൻ്റെ 2-3 ഷൂ ഉണ്ടാവും പാവം ഞാൻ. ഇത് റീസെൻ്റായിട്ട് ഇപ്പോൾ കൊടുത്ത ഷൂസാണ്. ഇത് യൂസ് ചെയ്തിട്ടില്ല, പുതിയ ഷൂസ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വേറെ നല്ലൊരു റെസിപ്പിയും വ്ളോഗായിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.